രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്നും രാജ്യം പതിയെ മുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നടുക്കം വിട്ടുമാറാത്ത ഒരു വിഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിമാന കമ്പനികളിലെ ജീവനക്കാർ ജീവൻ പണയം വെച്ചാണ് അവരുടെ തൊഴിൽ ചെയ്യുന്നത്. ഈ സംഭവത്തിന് ശേഷം ഭയന്ന് വിറച്ചാണ് ആ മേഖലയിലെ തൊഴിലുമായി അവർ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാന കമ്പനികളിലെ ജീവനക്കാർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് മാനസികാരോഗ്യ വർക്ക്ഷോപ്പ് നടത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജൂൺ 12-ന് നിരവധി പേരുടെ ജീവൻ കവർന്ന അഹമ്മദാബാദ് വിമാനാപകടം പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂ ജീവനക്കാരുടെയും മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. വിമാനാപകടത്തിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യയിലെ ജീവനക്കാർ ശരിയായ മാനസികാവസ്ഥയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധം സമ്മർദ്ദത്തിലായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാനസികാരോഗ്യ വർക്ക്ഷോപ്പുകളും കൃത്യമായ പിന്തുണയും ജീവനക്കാർക്ക് ഉറപ്പാക്കാൻ DGCA ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമാനയാത്രയോടനുബന്ധിച്ച് ക്രൂ അംഗങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റിന്റെ ലഭ്യതയും ഉറപ്പാക്കണം. ഇൻഡിഗോ വിമാന കമ്പനിയോടും വർക്ക്ഷോപ്പുകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാന കമ്പനികളുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, വിമാനം പറത്താൻ തയ്യാറല്ലെങ്കിൽ ജീവനക്കാരെ ജോലിക്ക് വരാൻ നിർബന്ധിക്കരുതെന്നും വിമാന കമ്പനികളോട് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ യൂണിയന്റെ വ്യോമയാന സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം എയർബസ് A320 എഞ്ചിൻ ഘടകങ്ങൾ യഥാസമയം മാറ്റിസ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും രേഖകൾ പാലിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിൽ കൃത്രിമം കാണിച്ചതിനും മാർച്ചിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യയുടെ ചിലവ് കുറഞ്ഞ വിമാന കമ്പനിയെ ശാസിച്ചിരുന്നു. വ്യോമയാന നിരീക്ഷണ ഏജൻസിയോടുള്ള വീഴ്ച അംഗീകരിച്ചതായും പരിഹാര നടപടികളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കിയതായും എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയതുമാണ്. മോണിറ്ററിംഗ് സോഫ്റ്റ്വെയറിലെ രേഖകൾ മാറിപ്പോയതിനാൽ പാർട്സ് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ഷെഡ്യൂൾ ചെയ്ത തീയതി തങ്ങളുടെ സാങ്കേതിക സംഘത്തിന് നഷ്ടപ്പെട്ടുവെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സമ്മതിച്ചു. പ്രശ്നം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അത് പരിഹരിച്ചുവെന്ന് റോയിട്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തു. അനുസരണ തീയതികൾ നൽകിയിട്ടില്ല. രേഖകൾ മാറ്റിയതിനെ കുറിച്ചുള്ള DGCAയുടെ അഭിപ്രായം നേരിട്ട് പരാമർശിച്ചിട്ടുമില്ല. എന്നാൽ മാർച്ചിലെ മെമ്മോയ്ക്ക് ശേഷം ആവശ്യമായ ഭരണപരമായ നടപടികൾ സ്വീകരിച്ചതായും വ്യക്തമാക്കി. അതിൽ ഗുണനിലവാര മാനേജറെ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതും ഡെപ്യൂട്ടി തുടരുന്ന എയർവർത്തിനസ് മാനേജറെ സസ്പെൻഡ് ചെയ്യുന്നതും ഉൾപ്പെടെയുണ്ടായിരുന്നു. അതേസമയം തലസ്ഥാനത്തെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ടോടെ റിയാദിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം AI-926 ജയ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു. ജൂലൈ 7-ന് പുലർച്ചെ 1 മണിയോടെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം വിമാനം ജയ്പൂരിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ജയ്പൂരിൽ വിമാനമിറങ്ങിയ ശേഷം യാത്രക്കാർക്ക് ഡൽഹിയിലേക്ക് പോകാനുള്ള ബദൽ വിമാന ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു. എന്നിരുന്നാലും യാത്രക്കാർ റോഡ് മാർഗം യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം അവർ ജയ്പൂരിൽ നിന്ന് റോഡ് മാർഗം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. മാത്രമല്ല, വെള്ളിയാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനം പറത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു പൈലറ്റ് കോക്പിറ്റിൽ കുഴഞ്ഞു വീണു. ജൂലൈ 4-ന് രാവിലെ ഡൽഹിയിലേക്കുള്ള AI-2414 വിമാനം പറത്താൻ നിയോഗിക്കപ്പെട്ടിരുന്ന പൈലറ്റുമാരിൽ ഒരാൾക്ക് മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നതായി എയർലൈൻ സ്ഥിരീകരിച്ചു. വിമാനം പറത്താൻ സ്വീകരിക്കുന്നതിനാവശ്യമായ രേഖകളിൽ ഒപ്പിടാൻ പോകുമ്പോൾ പൈലറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് AI-2414 വിമാനം വൈകിയതായും മറ്റൊരു പൈലറ്റ് പറത്തിയതായും എയർ ഇന്ത്യ അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 270 പേരുടെ മരണത്തിനിടയാക്കിയ AI-171 വിമാനാപകടം മുതൽ എയർ ഇന്ത്യ വിമാനങ്ങൾ നിരീക്ഷണത്തിലാണ്. സർദാർ വല്ലഭായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന മിനിറ്റുകൾക്ക് ശേഷം ഗാറ്റ്വിക്കിലേക്ക് പോയ ബോയിംഗ് 787 ഡ്രീം ലൈനർ മെഘാനി നഗറിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ സമുച്ചയത്തിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. ഒരു യാത്രക്കാരൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. വിമാന അപകട അന്വേഷണ ബ്യൂറോ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗത്തിനും എയർലൈൻ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.